ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. നമ്മളെല്ലാവരും ഒന്ന് കണ്ണടച്ചുകൊണ്ട് ആ രംഗം ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഒരു അമ്പാടി തന്നെയാണ് കേട്ടോ. അമ്പാടിയിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ ഭഗവാനുണ്ട്, ചുറ്റും ഭഗവാന് ഗോപാലക്കുട്ടികളുണ്ട്, ബലരാമേട്ടനുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു ഗോപികയുടെ വീട്ടിൽ നിന്ന് വെണ്ണ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണെന്നറിയോ? നമുക്ക് ഭഗവാനെ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു ഉറി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് അതിന്റെ കയറും പിന്നെ ആ വെണ്ണക്കൂടൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അതിൽ നിറയെ വെണ്ണയുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. ഒരു പീഠത്തിന്റെ മുകളിലാണ് കേട്ടോ കയറി നിൽക്കുന്നത്. കാരണം ഉറിയിലേക്കൊന്നും എത്തില്ല, അത്രയ്ക്കൊന്നും പൊക്കം വെച്ചിട്ടില്ല നമ്മുടെ ഭഗവാനെ. അപ്പൊ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പീഠം ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കയറിയിട്ട് വെണ്ണ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. കാരണം ഈ വെണ്ണ കഴിക്കുന്നത് വേറെ ആരും കണ്ടിട്ടില്ല. യശോദാമ്മ കണ്ടിട്ടില്ല, രോഹിണിയമ്മ കണ്ടിട്ടില്ല, ഗോപികമാരെ ആ വീട്ടിലെ ഗോപിക പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ടത് ആരാണ്? നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ ഇന്നലെ കാണാൻ എത്തിയവരെല്ലാവരും ഭഗവാന്റെ ഈ കുറുമ്പ് കണ്ടിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തില് ഒരു പുഞ്ചിരിയൊക്കെ ഭഗവാന്റെ ഒരു മുഖത്തുണ്ട് കേട്ടോ. കണ്ടുപിടിച്ചല്ലോ നിങ്ങളെല്ലാവരും എന്നുള്ള ആ ഒരു രീതിയിൽ. പക്ഷെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാലും നമുക്ക് ദേഷ്യമാണോ ഭഗവാന്റെ അടുത്ത് തോന്നുക? ഒരിക്കലും ഒരാൾക്കും ദേഷ്യം തോന്നില്ല. ആ കുറുമ്പ്, ആ കുഞ്ഞു കുസൃതിയൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് ഇഷ്ടവും വാത്സല്യവും ഒക്കെയാണ് തോന്നുക. അങ്ങനെ തോന്നുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ. കുറുമ്പാണെങ്കിലും ഭഗവാനെ ഇങ്ങനെ എടുത്ത് ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു കുറുമ്പൻ തന്നെയായിട്ട്, ഒരു കുസൃതിക്കുട്ടൻ തന്നെയായിട്ടായിരുന്നു വെണ്ണക്കണ്ണനായിട്ട് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരം എന്ന് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. ഭഗവാനെ ആണെങ്കിലും ആ പീഠമൊക്കെ ആണെങ്കിലും ആ ഉറിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. ഭഗവാനൊക്കെ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും മുകളിലുള്ളത് വെള്ളയും ചുവപ്പും പച്ചയുണ്ട്. അതിൽ നന്ദ്യാർ വട്ടപ്പൂക്കളാണ് കൂടുതൽ കാണുക. പിന്നെ കുറച്ച് തെച്ചിയും കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ട്. പിന്നെ 2 ഉണ്ടമാലയിൽ ഒരെണ്ണം നന്ദ്യാർ വട്ടമുണ്ട്, കുറച്ച് തെച്ചി. 3ാമത്തേൽ നന്ദ്യാർ വട്ടത്തിൽ കുറച്ച് തുളസി. അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. പിന്നെ 2 ഉണ്ടമാലയുണ്ട് ഭഗവാനോട് ചേർന്ന് കിടക്കുന്നത്, ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി അങ്ങനെ അങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പ് നിൽക്കുന്നത് കേട്ടോ. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകമുണ്ട്, വലിയ കാതുപൂക്കളുണ്ട്, മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുണ്ട്, മാലകൾ അണിഞ്ഞിട്ടുണ്ട്, തോളുകളിൽ തിലകമുണ്ട്, പിന്നെ വയറിന്റെ ഭാഗത്തായിട്ടൊരു തിലകമുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെണ്ണയൂറിൽ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്കും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനെ നിന്ന് തൊഴുകയാണ്.